ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ബാലതാരങ്ങൾക്ക് അവാർഡ് നൽകിയില്ല എന്നുള്ള ഒരു കടുത്ത വിമർശനമാണ് പൂജ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം നമ്മളത് ഈ ദേവനന്ദയെ പോലെയുള്ള ബാലതാരങ്ങളൊക്കെ വളരെ വേദനയോടുകൂടി അല്ലെങ്കിൽ അങ്ങനെയുള്ള വിമർശനക്കുറിപ്പ് ഇടുകയാണ് ചെയ്തത്. ശരിയാണോ തെറ്റാണോ? അവഗണിച്ചിട്ടുണ്ട് എന്നുള്ള വലിയ വിമർശനമാണ് രണ്ട് വിഭാഗം. ഒന്ന് കുട്ടികളുടെ സിനിമ, മറ്റൊന്ന് മികച്ച ബാലതാരം ആൺ പെൺ വിഭാഗം. ഈ വിഭാഗങ്ങളിലൊക്കെ തന്നെയും ഒരു കുട്ടികളെ പോലും പരിഗണിച്ചില്ല എന്ന് പറയുന്നത് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന വിമർശനങ്ങളെയൊക്കെ പോലെ തന്നെ കുട്ടികളുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന മികച്ച കുട്ടികളെ കൈപിടിച്ചുയർത്തുന്ന മുന്നിലേക്ക് വരേണ്ട പലർക്കും നിരാശയുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. ഇപ്പോൾ അറിഞ്ഞിരിക്കുന്ന ഒരു വിവരം വെച്ചിട്ട് 6 സിനിമകളോളം അവസാനം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 2 സിനിമകൾ ഏറ്റവും ഒടുവിലായിട്ട് പരിഗണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ 6 സിനിമകളിൽ നിന്നും ജൂറി വിലയിരുത്തുന്ന കാര്യം എന്ന് പറയുന്നത് കുട്ടികൾ അഭിനയിച്ചാൽ കുട്ടികളുടെ സിനിമയാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഈ സ്കൂൾ ചലേഹം എന്ന് പറയുന്നത് ഒരു 90% കുട്ടികളുമായി ബന്ധപ്പെട്ട് മാത്രം നൽകുന്നതാണ്. ഒരു സ്കൂളിന്റെ, കണ്ണൂരിലെ ഒരു സ്കൂളിന്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച സിനിമയാണ്. അതിലെ കുട്ടിക്ക് തന്നെ JC ഡാനിയൽ ഫൗണ്ടേഷന്റെ 16ാമത് ചെയർമാൻ അടക്കം ജൂറി അടക്കം ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. കാരണം ഒരു 137 ചിത്രങ്ങൾ വന്നു. അതിൽ 10% ഒരു നിലവാരത്തിന്റെ കാര്യത്തിൽ 10% പോലും അല്ല, അങ്ങനെ ഒരു വാചകമടക്കം വരുന്നുണ്ട് സിനിമകളുടെ കാര്യത്തിൽ. അപ്പോൾ കുട്ടികളുടെ ചിത്രത്തിന്റെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ ഒരു ശ്രദ്ധ ക്ഷണിക്കപ്പെടുന്നില്ല. കുറച്ചുകൂടി നിലവാരത്തിലേക്ക് സിനിമകൾ ചിത്രീകരിക്കപ്പെടണം എന്നൊരു നിലപാടിലേക്ക് ജൂറി എത്തിയത് എന്തുകൊണ്ടായിരിക്കാം? ഉറപ്പായിട്ടും. കാരണം ഏറ്റവും ഒടുവിൽ നമ്മൾ മന്ത്രി സജി ചെറിയാനടുത്ത് സംസാരിച്ചപ്പോൾ, അത് കഴിഞ്ഞ് മാധ്യമങ്ങളടുത്ത് പറഞ്ഞപ്പോൾ മന്ത്രി തന്നെ സമ്മതിക്കുകയാണ്, നിലവാരമുള്ള കുട്ടികളുടെ സിനിമ മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇനി ഒരു ഇടപെടൽ ഉണ്ടാകും. എന്തുകൊണ്ട് ഇത്രയും നാളും ഇല്ലാതെ പോയി? കഴിഞ്ഞ വർഷവും കുട്ടികളുടെ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ഇല്ലായിരുന്നു, പക്ഷേ മികച്ച ബാലതാരത്തിനുള്ള 2 അവാർഡുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുൻപും മികച്ച കുട്ടികളുടെ സിനിമ ഇല്ലാതെ പുരസ്കാര പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. പക്ഷേ മികച്ച സിനിമയും മികച്ച ബാലതാരങ്ങളും ഇല്ലാതെ പോയത് ഒരു കാര്യം കൂടി പൂജ, കാരണം ഏറ്റവും കൂടുതൽ സിനിമകൾ ഓരോ വർഷം ഇറങ്ങുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. കേരളത്തിൽ നിന്നാണ് KSFDC നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ചിത്രം നിർമ്മിക്കാൻ വേണ്ടി ധനസഹായം നൽകുന്ന ഒരു സംവിധാനമാണ്. പിന്നീട് നമുക്ക് ഒരുപാട് എല്ലാ മേഖലകളിലും സംഘടനകളുണ്ട്, ആ സിനിമാ സംഘടനകളുണ്ട്. ഈ സിനിമാ സംഘടന അടക്കം ഏറ്റവും ഗൗരവത്തോടുകൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ ഒരു വർഷം ഒരു കലാമൂല്യമുള്ള അല്ലെങ്കിൽ സമൂഹത്തിന് സന്ദേശം നൽകുന്ന കുട്ടികളുടെ ഒരു ചിത്രമില്ല എന്ന് പറയുമ്പോൾ ഇനി എത്രത്തോളം ഗൗരവത്തോടുകൂടി നമ്മൾ ഇതിനെ പരിശോധിക്കേണ്ടിയിരിക്കും. ദേവനന്ദയുടെ സമൂഹ മാധ്യമത്തിലെ പോസ്റ്റ് അത്രത്തോളം വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ്. അതിൽ ഏറ്റവും അവസാനം ആ കുട്ടി പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്, ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. മലയാള സിനിമ എത്രത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു ഘട്ടമാണ് ഇത് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഈ ദേവനന്ദയെ പോലുള്ള കുട്ടികൾ തന്നെ പലപ്പോഴും ഈ മാളികപ്പുറം സിനിമയ്ക്ക് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന്റെ ആ ഒരു അവാർഡ് ദേവനന്ദയ്ക്ക് കൊടുത്തില്ല എന്ന് ആ സമയത്ത് വലിയ തോതിൽ വിമർശനമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വിമർശനങ്ങളെല്ലാം അത് വളരെ വലിയ തോതിൽ കടന്നുപോയ ഒരു സംഭവമായിരുന്നു. പക്ഷെ അതിനെതിരെ സംസാരിച്ച ഒരു കുട്ടിയാണ് ദേവനന്ദ. ആ കുട്ടി പോലും പലപ്പോഴും പ്രതികരിക്കുന്നതാണ്. അപ്പോൾ ദേവനന്ദയെ പോലുള്ള കുട്ടികളുണ്ട്. പല്ലോട്ടി 90s കിഡ്സ് ആണ് കഴിഞ്ഞ വർഷത്തിന്റെ മുൻപത്തെ വർഷം കുട്ടികളുടെ മികച്ച സിനിമയായിട്ട് വന്നത്. അപ്പോൾ കുട്ടികൾ മുന്നിലേക്ക് വരണം. പക്ഷേ ഇത്രയും 6 സിനിമകൾ, ഏറ്റവും ഒടുവിൽ വന്ന 2 സിനിമകൾ, അതിലെ ഒരു ചിത്രത്തിലെ കുട്ടിക്ക് JC ഡാനിയൽ ഫൗണ്ടേഷൻ പുരസ്കാരം മികച്ച ബാലതാരത്തിന് ലഭിച്ചതാണ്. എന്നിട്ടും എന്തുകൊണ്ട് കുട്ടികളില്ലാതെ പോയി? അത് ചിന്തിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല ഒരു കാര്യം പറയുന്നു, കുട്ടികൾ നാളത്തെ രാജ്യത്തിന്റെ നാഡീവ്യൂഹങ്ങളാണ്. അപ്പോൾ നല്ല മൂല്യത്തോടുകൂടി മൂല്യശുദ്ധിയോടുകൂടിയുള്ള ആ കഥാതന്തുക്കളോടുകൂടിയുള്ള ചിത്രങ്ങൾ ഇവിടെ ഉണ്ടാകേണ്ട ബാധ്യത അത് അനിവാര്യമാണ്. അത് ഈ ജൂറി അടക്കം വിസ്മരിച്ചു പോകരുത്, ഈ സാംസ്കാരിക വകുപ്പടക്കം വിസ്മരിച്ച് പോകരുത്. ഈ വർഷത്തെ ദുരവസ്ഥ എന്നേ നമുക്ക് പറയാനുള്ളൂ.